ചേച്ചിയാണ് ആദ്യം അർബുദ രോഗത്തിന് ഇരയാവുന്നത് 2022 സെപ്റ്റംബർ 16 എനിക്ക് സർജറി, അതായത് ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. ഇന്ന് എൻ്റെ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് അടുത്തയാൾക്ക് ഇത് തന്നെയാണെന്ന് അറിഞ്ഞത്. അത് കഴിഞ്ഞ് മിനി ചേച്ചിയിലേക്കും അത് എനിക്ക് 2023 ഡിസംബറിലാണ്. ഒത്തിരിയും പേർക്ക് ഇങ്ങനെ ഒരു പേടി പോലെ ഇത് പാർശ്വവ്യാധിയാണോ. അപ്പോൾ ഞാൻ അവിടുത്തെ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഇതുപോലെ എൻ്റെ കൂട്ടുകാരികളുണ്ട്, ഞങ്ങൾ തിക്ക് ഫ്രണ്ട്സാണ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഹോസ്പിറ്റലിലാണെങ്കിലും പോവുകയും വരികയും നിൽക്കുകയും എല്ലാം ചെയ്ത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കല്ല ആദ്യം വരണ്ടേ. ഇപ്പോൾ ഒരാൾക്ക് ക്യാൻസർ സ്ഥിരീകരിക്കാനുള്ള ഒരു അവസ്ഥയിൽ അവർ വരുമ്പോൾ തന്നെ ഡോക്ടർ എല്ലാ പേഷ്യൻസിൻ്റെ അടുത്തും ഡോക്ടർ ഞങ്ങളുടെ 3 പേരുടെയും കാര്യം പറയാറുണ്ട്. അപ്പം എനിക്ക് ട്രിപ്പിൾ നെഗറ്റീവാണ്. അത് ഈ ക്യാൻസറിൻ്റെ വകഭേദത്തിൽ ഇച്ചിരി പേടിക്കേണ്ടതാണ്. ഇനിയും വരുമോ എന്നുള്ള ഒരു സംശയമുള്ള ടൈപ്പിലുള്ളതാണ് അത്. അപ്പം അതുകൊണ്ട് എനിക്ക് ജനറ്റിക് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ചെയ്തു. ആ ടെസ്റ്റിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് നമുക്ക് ഓർക്കാൻ പോലും പറ്റത്തില്ല. ജനറ്റിക് ആണെങ്കിൽ നമുക്ക് പിന്നെ അതൊരു സങ്കടമല്ലേ, ഭാവി തലമുറയ്ക്കും കൂടെ അത് വരുമല്ലോ എന്നൊക്കെയുള്ള ഒരു വിഷമത്തിലൊക്കെ പറഞ്ഞു വരുമ്പോൾ സങ്കടം വരും. ഇത് ചെയ്ത് കഴിഞ്ഞപ്പം തൊട്ട് എനിക്ക് ഷുഗർ ഹൈ തന്നെ നിൽക്കും. 2 വർഷമായിട്ടും തൈറോയിഡ് കൂടി, അതിനും ജീവിതകാലം മൊത്തം മരുന്നെടുക്കണം. ശരീരത്തിൽ അയൺ കുറഞ്ഞു, ബ്ലഡ് ഇങ്ങനെ കുറഞ്ഞു ഇരിക്കാനും കിടക്കാനും ഒന്നും വരെ എനിക്ക് ഇങ്ങനെ മരിച്ചാൽ മതിയെന്ന്, അതുപോലെ ഇങ്ങനെ ശരീരം ചൂടാവും. ഫാമിലിയുടെ ഒരു സപ്പോർട്ട്, അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ നിൽക്കുന്നത്. എൻ്റെ ഹസ്ബൻഡൊക്കെ എന്നെ ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ നോക്കിയത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കെട്ടിയവന്മാർക്കൊന്നും വരത്തില്ലെന്ന് ചോദിച്ചാൽ അവരുണ്ടെങ്കിലേ ഞങ്ങൾക്ക്. പിന്നെ അവിടുന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ നമുക്ക് ഇടയ്ക്ക് മെഡിസിൻ എഴുതി തരുന്നതിനൊക്കെ ഒരെണ്ണത്തിന് 70 രൂപയൊക്കെ എനിക്കും ഇവർക്ക് എഴുതി തരുന്നതിനൊക്കെ. ഞങ്ങൾ കൂടി വന്നൊരു 10 ദിവസമൊക്കെ മേടിച്ചായിരിക്കും, പിന്നെ കഴിക്കത്തൊന്നുമില്ല. മരുന്നൊന്നും ആരും സ്കിപ്പ് ചെയ്യാതെ സാഹചര്യം കൊണ്ട് സ്കിപ്പ് ചെയ്ത് പോകുന്ന മനഃപൂർവ്വമല്ല. നമ്മുടെ ആ വരുമാനത്തിൽ നിൽക്കുന്നില്ല മരുന്നും കൂടി മേടിക്കാൻ. നമുക്ക് വന്നു നമ്മുടെ കുഞ്ഞുങ്ങളും കൂടി ഒന്ന് സേഫ് ആകണ്ടേ. അപ്പോൾ അതുങ്ങളെ പഠിപ്പിക്കാനും അതുങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും നമ്മളിങ്ങനെ സ്കിപ്പ് ആക്കുന്നതാണ്. എല്ലാവർക്കും ലെറ്റ്സ് ടോക്കിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രതിസന്ധികളിൽ തളരില്ല എന്നുറപ്പിച്ചാൽ വിജയം നമുക്കുള്ളതാണ് എന്ന് കാണിച്ചു തന്ന 3 പെൺകരുത്തുകളാണ് ഇന്ന് എന്നോടൊപ്പം ലെറ്റ്സ് ടോക്കിൽ ജോയിൻ ചെയ്യുന്നത്. അതെ, മിനി ചേച്ചി, രാധിക ചേച്ചി, സോണിയ ചേച്ചി, ഇവർ സുഹൃത്തുക്കളാണല്ലേ? അതെ. എത്ര കാലം തൊട്ട് തുടങ്ങിയ സൗഹൃദമാണ് നിങ്ങളുടേത്? ഞങ്ങൾക്ക് ഓർമ്മ വെച്ചപ്പം തൊട്ട് ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അതായത് ഒരു 3 വയസ്സ് കഴിഞ്ഞപ്പം തൊട്ട്, അംഗൻവാടി പഠിക്കുമ്പോൾ തൊട്ട് ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ചേച്ചിയാണ് ആദ്യം അർബുദ രോഗത്തിന് ഇരയാവുന്നത്. അതെ. അപ്പം അത് ഏതൊരു വർഷത്തിലായിരുന്നു? 2022 സെപ്റ്റംബർ 16 എനിക്ക് സർജറി ഒക്കെ കഴിഞ്ഞ് അതിനൊരു 2 മാസം മുന്നെയാണ് എനിക്ക് ഇതാണെന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ 2022 സെപ്റ്റംബർ 16 എനിക്ക് സർജറി, അതായത് ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. പിന്നെ അങ്ങോട്ട് ചികിത്സകളെല്ലാം നടന്നുകൊണ്ടിരുന്നു. എൻ്റെ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് അടുത്തയാൾക്ക് ഇത് തന്നെയാണെന്ന് അറിഞ്ഞത്. രാധിക ചേച്ചി, ആ ഒരു കറക്റ്റ് ഒരു വർഷം എൻ്റെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു. കറക്റ്റ് ഒരു വർഷം സെപ്റ്റംബറിൽ തന്നെയാണ് അറിഞ്ഞത്. സെപ്റ്റംബർ 25 എനിക്ക് സർജറി ആയിരുന്നു. അതേ രീതിയിൽ തന്നെ സ്തനാർബുദം തന്നെ ആയിരുന്നല്ലേ, ഒരുപോലെ തന്നെ. അത് കഴിഞ്ഞ് മിനി ചേച്ചിയിലേക്കും അത് എനിക്ക് 2023 ഡിസംബറിലാണ് ചെറുതായിട്ട് ഇങ്ങനെ തോന്നിയത്, ഒരു സംശയം തോന്നി. ബയോപ്സിക്ക് വിട്ട് അതെല്ലാം നെഗറ്റീവ് ആയിരുന്നു. മാമോഗ്രാം എടുത്തപ്പോഴും അതിലൊരു പോസിബിലിറ്റി അവർ പറഞ്ഞു, പക്ഷേ ക്യാൻസർ സ്ഥിരീകരിച്ചില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്രസ്റ്റിലായതുകൊണ്ട് അത് വെച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്ക് സർജറി ചെയ്തേക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ സർജറി ചെയ്തു. അത് ബയോപ്സിയുടെ റിപ്പോർട്ട് വന്ന് 2024 ജനുവരി 2 അന്ന് എനിക്ക് അസുഖം വന്ന് സ്ഥിരീകരിച്ചു. പിന്നെ അങ്ങോട്ട് കീമോ, റേഡിയേഷൻ, ഒരു വർഷക്കാലം അതിൻ്റെ പുറകെയായിരുന്നു. ഈ ഒരു ഇതിലേക്ക് 3 പേർക്കും വന്നതിന് ശേഷം എന്തായിരുന്നു ഡോക്ടേഴ്സൊക്കെ ഇതിനോട് പറഞ്ഞത്? ഒത്തിരിയും പേർക്ക് ഇങ്ങനെ ഒരു പേടി പോലെ ഇത് പാർശ്വവ്യാധിയാണോ. പക്ഷെ ഞാനത് എന്നെ ചികിത്സിക്കുന്ന, ഞാൻ മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം നടക്കുന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഇതുപോലെ എൻ്റെ കൂട്ടുകാരികളുണ്ട്, ഞങ്ങൾ തിക്ക് ഫ്രണ്ട്സാണ്, അപ്പോൾ എനിക്ക് വന്നു 1 വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത ആക്കും വന്നത്, ഇപ്പം 3ാമത്തെ ആക്കും വന്നു പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് ചോദിക്കുന്നത് താൻ എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ എനിക്കൊരു സങ്കടമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഹോസ്പിറ്റലിലാണെങ്കിലും പോവുകയും വരികയും നിൽക്കുകയും എല്ലാം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയും ഒക്കെ ചെയ്തത്. എന്നാലിപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കല്ല ആദ്യം വരണ്ടേ, ഞങ്ങൾ എത്രയോ ആയിരക്കണക്കിനോ രോഗികളെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതല്ലേ, താൻ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ലെന്ന് പറഞ്ഞ് എന്നെ ഡോക്ടർ വഴക്ക് പറഞ്ഞു. പക്ഷേ ചിലവരുടെ ഒരു മൈൻഡിൽ കൂടെ പെട്ടെന്ന് പോകും. ഞങ്ങളെ അടുത്തറിയാവുന്നവരെ എന്ന് വെച്ചാൽ ഞങ്ങൾ 3 പേരും ഇപ്പോഴും ഫ്രണ്ട്സാണ്,
ഞങ്ങൾ ഫോട്ടോ ഒക്കെ സ്റ്റാറ്റസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾ ഇപ്പോഴും ഫ്രണ്ട്സ് ആണോ, ഇപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടോ എന്നൊക്കെ തിരക്കുന്നവരുണ്ട്. അപ്പോൾ ഈ അസുഖം കൂടി ആണെന്ന് പറഞ്ഞപ്പോൾ അവരോർത്ത് അയ്യോ ഇതന്നെ ഇങ്ങനെ പകർച്ചവ്യാധി പോലെ 3 പേർക്കും വന്നേന്നൊക്കെ ഉള്ള ഒരു ചിന്താഗതി ചില മനുഷ്യർക്കുണ്ട് കേട്ടോ. 100% ഒരു 80% ആൾക്കാർക്കും ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയാം. ചില ഒരു 20% ആൾക്കാർക്ക് ഒരു ഡൗട്ട് പോലെ 3 പേർക്കും അടുപ്പിച്ച് ഒരേ വർഷത്തെ വ്യത്യാസത്തിൽ വന്നതുകൊണ്ട് അവർക്കൊരു ഡൗട്ട് പോലെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പം വിഷമിച്ചിരിക്കുന്ന ആൾക്കാരോട് ഡോക്ടർമാർക്ക് പറയാനായിട്ട് ഞങ്ങൾ ഉണ്ട്. എന്നുവെച്ചാൽ പല ആൾക്കാരോടും ഇപ്പൊ ഒരാൾക്ക് ക്യാൻസർ സ്ഥിരീകരിക്കാനുള്ള ഒരു അവസ്ഥയിൽ അവർ വരുമ്പോൾ തന്നെ ഡോക്ടർ ജോർജ് മാത്യു എന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത ഡോക്ടറിന്റെ ജനറൽ സർജൻ ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഓങ്കോളജിയിലോട്ട് മാറി. ഇപ്പൊ ആ ഡോക്ടറിന്റെ അടുത്ത് വരുന്ന എല്ലാ പേഷ്യൻസിന്റെ അടുത്തും ഡോക്ടർ ഞങ്ങളുടെ 3 പേരുടെയും കാര്യം പറയാറുണ്ട്. ഭയപ്പെടേണ്ട, ഇങ്ങനെ അവർക്ക് കൗതുകമല്ലേ ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത്. ഒരുപോലെ എന്ന് പറയുമ്പോഴേ ഭയങ്കര അതും ഒരു പനിയോ ഇപ്പൊ അത് തന്നെയല്ലേ, ഞങ്ങൾക്ക് ഒരു പനി വന്നാലും ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുപോലെ വരുന്നത്. ഇപ്പം ഞങ്ങൾ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും കോൾ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ഒരു സ്വരം ഒരു ഇച്ചിരി ഒന്ന് പതറി ഉടനെ ചോദിക്കുക എന്നാ പറ്റിയടി നിൻ്റെ സ്വരത്തിന്. അപ്പം ഞാൻ പറയാം എനിക്ക് പനിയാന്ന് തോന്നുന്നു. ഉടനെ ഇവളമാരും പറയടി ഞങ്ങൾക്കും അത് തന്നെ. അങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ തെളിപ്പതി പോലെ ഓരോ അസുഖങ്ങൾ വരുമ്പോഴും അതുപോലെ തന്നെ ഒരു സ്വരം മാറി ഞങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ സൗഹൃദം ആക്ച്വലി തുടങ്ങുന്നത് എങ്ങനെയാണ്, ഏത് പ്രായത്തിലാണ്, എങ്ങനെ ആയിരുന്നു? അയൽവാസികളായിരുന്നോ അതോ സഹപാഠികളായിരുന്നോ, എങ്ങനായിരുന്നു? ഞങ്ങൾ അയൽവാസികളായിരുന്നു. ഞങ്ങൾ അപ്പനപ്പൂപ്പന്മാരുടെ കാലം തൊട്ടേ അയൽവാസികളാണ്. അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചറിവാകുന്ന പ്രായം തൊട്ടേ ഞാനും ഇവള് ഒരേ വർഷത്തിൽ ഒരേ മാസത്തിലുള്ളതാണ്, ഞാനും സോണിയായും. അപ്പൊ ഇവള് പക്ഷേ ആ വർഷത്തിൽ തന്നെ ഫെബ്രുവരിയിലുള്ള, ഞങ്ങൾ ഒക്ടോബറിലുള്ളതാണ്. അപ്പൊ ഞങ്ങൾക്ക് തിരിച്ചറിവായ സമയം തൊട്ടേ ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്. ആ കൂട്ട് ഇന്നും ഇതേപോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. സ്ട്രോങ് ആയിട്ട് ഇപ്പം ക്യാൻസർ എന്ന് പറഞ്ഞൊരു അസുഖം എനിക്ക് തോന്നുന്നു ശാരീരികമായും മാനസികമായും മാത്രമല്ല സാമ്പത്തികമായും ഒരാളെ തളർത്തുന്ന ഒരു അസുഖമായിട്ട് തന്നെയാണ് സൊസൈറ്റിയിലുള്ളത്. എനിക്ക് തോന്നുന്നു 3 പേർക്കും ഒരേപോലെ, അതായത് ഇപ്പോൾ ഒരാളെ സപ്പോർട്ട് ചെയ്യണം ഫിനാൻഷ്യലി ആണെങ്കിലും പറ്റാത്തൊരു സാഹചര്യമായിരിക്കും. അപ്പം ആ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത് ഫിനാൻഷ്യൽ സൈഡ് നോക്കുമ്പം ഭയങ്കരമായിട്ടും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. ഒരിക്കലും ഒരു സാധാരണക്കാരൻ അഫോർഡ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യുന്നതിനേക്കാളും 10 മടങ്ങായിരിക്കും അതിൻ്റെ എമൗണ്ട് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിനെയൊക്കെ? എന്നെ സംബന്ധിച്ച് എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയി വേണം എല്ലാ കാര്യങ്ങളും നടത്താൻ. പിന്നെ നമുക്ക് കുറച്ച് സുഹൃത്തുക്കളും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ തന്നെ സഹായിച്ചു. എന്നാലും എന്നെ സംബന്ധിച്ച് ഈ 2 വർഷമായിട്ട് മരുന്ന് മേടിയിട്ട് തന്നെ ഒന്ന് മാറുമ്പോൾ ഒന്നായിട്ട് ഇതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് ഒത്തിരിയും ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടുണ്ട്. ഇപ്പം തന്നെ ഇവിടെ വന്ന് ഇത്ര സമയം വെയിറ്റ് ചെയ്തപ്പം തന്നെ ശരീരത്തിനൊരു ബുദ്ധിമുട്ട് വന്നു. ഇപ്പോഴും അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഈ മാസം അവസാനം ഒരു വയറിനകത്തൊരു ഇതുണ്ട്, കരിച്ചു കളയേണ്ട. അതിനും ഒരു ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. അതൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം ഒരു പരിഗണിച്ചു തരും. സഹായങ്ങളൊക്കെ കിട്ടാറുണ്ടോ? സഹായങ്ങൾ എൻ്റെ ഫാമിലി എല്ലാവരും എന്നെ സഹായിച്ചായിരുന്നു, ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. 2 സഹോദരങ്ങളുണ്ട്, അവരുടെ ഭാര്യമാർ എല്ലാവരും. അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള സഹായത്തിന് എന്തെങ്കിലും ശ്രമിച്ചിരുന്നോ? ഇല്ല, നമ്മൾ അങ്ങനെയല്ല. നമുക്ക് ഉള്ള അതായത് ഇപ്പം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് 2 ഏട്ടായിമാരാണ്. അവരും ഈ പറഞ്ഞ പോലെ അന്നു കൊണ്ടുപോയി പോയിട്ട് വന്നിട്ട് ജീവിക്കുന്നവർ. എന്നാലും അവർക്കുള്ളതിൽ നിന്ന് നമുക്ക് തരും. അല്ലാതെ നമുക്ക് ആരും സഹായിക്കുന്നത്. ഇപ്പം ഈ 2 ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴും ഞങ്ങളോട് ഒത്തിരിയും പേര് ചോദിച്ചു നിങ്ങൾക്ക് വല്ലയിടത്തുനിന്നും സഹായം കിട്ടിയോന്ന്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ. അവർ വല്ലതും തന്നു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ആരും ഒന്നും തന്നിട്ടില്ല. എല്ലാവരുടെയും വിചാരം ഏതാണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും അതുപോലെ തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും ഏതാണ്ട് ഒത്തിരിയും പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്. നമുക്കങ്ങനൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ആണുങ്ങൾ പോയി ജോലി ചെയ്താലേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് എൻ്റെ ഏട്ടായി ഓട്ടോ ഓടിക്കുന്നത് കാരണം കൊണ്ട് അന്നത്തെ ഓട്ടോ ഞങ്ങൾ വാടകയ്ക്ക് 25 വർഷമായിട്ട് വാടകയ്ക്ക്. എനിക്ക് 3 പെൺപിള്ളേരാണ്, 3 പേരും പഠിക്കുന്നു. ഒരാൾ നേഴ്സിംഗ് പഠിച്ചിറങ്ങി, ജോലിയായില്ല, 2 പേര് പഠിക്കുന്നു. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കണം. എനിക്ക് മരുന്ന്, വീട്ടുവാടക, വണ്ടി ആണെങ്കിൽ ലോണാണ്. ഇതെല്ലാം ഈ ഒരു വരുമാനം കൊണ്ട് വേണം. പക്ഷേ കടവും മേടിച്ചു എടുത്തുമാണ് നമ്മളെ ചികിത്സിക്കുന്നതും വീട്ടുകാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കുന്നതും. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കെട്ടിയവന്മാർക്കൊന്നും വരത്തില്ല എന്ന് ചോദിച്ചാൽ അവരുണ്ടെങ്കിലേ ഞങ്ങളുള്ളൂ. ഒരു പെൺകുട്ടി എന്ന നിലയിൽ വളർന്നു വരുമ്പോഴത്തേക്കിനും അവളുടേതായ ഒരുപാട്, അതായത് ഇപ്പം സ്തനാർബുദം പോലെ സ്ഥിരീകരിക്കുമ്പം പെൺകുട്ടികൾക്കൊരു അവയവമാണത്. അപ്പം പെട്ടെന്ന് ക്യാൻസർ പോലുള്ള ആ ഒരു അവയവത്തെ ബാധിച്ചപ്പോൾ ചേച്ചി അത് എങ്ങനെയൊക്കെയാണ് ഒരു സ്ത്രീ ശരീരത്തിനത് എങ്ങനെയൊക്കെയാണത് ബാധിക്കുന്നത്, അല്ലെങ്കിൽ മെൻ്റലിയൊക്കെ? എനിക്ക് ബ്രസ്റ്റ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്തിട്ടില്ല. എനിക്ക് വൈഡ് ഡെസിഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് അത് കഴിഞ്ഞിട്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം എപ്പോഴും ചൂടാണ്. അത് ഓപ്പറേഷൻ്റെ കൊണ്ടല്ല, കീമോയും റേഡിയേഷനും ഓവർ ഡോസാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. എനിക്ക് വലിയ സർജറി ചെയ്യാത്തത് കൊണ്ട് 12 റേഡിയേഷൻ ഉണ്ടായിരുന്നു.
അതിൽ 4 എണ്ണം 21 ദിവസം ഇടവിട്ടുള്ളതായിരുന്നു. ആദ്യത്തെ കീമോ കഴിയുമ്പോൾ തന്നെ നമുക്ക് ശരീരം മൊത്തം ഒരു വല്ലാത്തൊരവസ്ഥയിലോട്ടാകും. ആദ്യത്തെ 2 ദിവസം നമുക്ക് പ്രശ്നമൊന്നുമില്ല. 3-ാമത്തെ ദിവസം തൊട്ട് നമുക്ക് ശരീരം തളർച്ചയും ദേഹത്ത് വേദന, എവിടെ ആ വേദനയും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ. പിന്നെ ഒരു 10-13 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ മുടികളൊക്കെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് നീളമുള്ള മുടിയായിരുന്നു. ഞാൻ മുടി കൊഴിയുന്നതിന് മുമ്പേ തന്നെ മുടി കട്ട് ചെയ്തെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം പൊഴിയാൻ തുടങ്ങിയപ്പോഴത്തേനും പൊഴിഞ്ഞ് മൊത്തം പോയായിരുന്നു. പിന്നെ നഖങ്ങൾ മൊത്തം കറുത്തു, പിരികം, കൺപീലി എല്ലാം പോയി. ശരീരം ഫുൾ ബ്ലാക്ക് കളറായി എൻ്റെത്. എൻ്റെ പഴയ ഷേപ്പ് അല്ല എനിക്കിപ്പോൾ ഉള്ള ഷേപ്പ്. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് വ്യത്യാസങ്ങൾ വരും. പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ട്, എല്ലാവരോടും ദേഷ്യം, എല്ലാവരോടും മൊത്തത്തിൽ നമുക്ക് ദേഷ്യമാണ്. വീട്ടിലുള്ളവരോടും സത്യം പറഞ്ഞാൽ നമുക്ക് ആ സമയത്തെ നമ്മുടെ അവസ്ഥ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിനെല്ലാം എല്ലാവരുടെയും വീട്ടുകാരുടെയും എൻ്റെ കൂട്ടുകാരുടെയും എല്ലാം സപ്പോർട്ട് കൊണ്ട് നമ്മൾ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വന്നു. പിന്നെ കീമോടെ കൊണ്ട് എൻ്റെ പല്ല് വരെയും ദ്രവിച്ച് ഒടിഞ്ഞു പോയായിരുന്നു. അങ്ങനെ അപ്പം റേഡിയേഷനും ഉണ്ടായിരുന്നു. അപ്പോൾ റേഡിയേഷൻ്റെ സമയത്ത് എനിക്ക് ഇടത് സൈഡിലായത് കാരണം എനിക്ക് ശ്വാസം വലിച്ചു പിടിച്ച് വേണം ആ റേഡിയേഷൻ്റെ സമയത്ത് കിടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കിടക്കുവാണെങ്കിൽ എനിക്ക് 15 എണ്ണം മതി. ഞാൻ ശ്വാസം എടുത്ത് പിടിക്കാതെ കിടക്കുവാണെങ്കിൽ 30 എണ്ണം ചെയ്യണം. അപ്പോൾ ആ ചെയ്യുന്ന ബുദ്ധിമുട്ട് ഓർത്തിട്ട് എനിക്ക് കീമോ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ശ്വാസം മുട്ടലുണ്ട്. അതുവരെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പം ഞാൻ എല്ലാ ദിവസവും പോയിട്ട് വന്നിട്ട് ഇവളും കൂടെ വരുമായിരുന്നു. സോണിയ എൻ്റെ കൂടെ എല്ലാവിധ സപ്പോർട്ടുമായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഇവൾക്ക് ആ സമയത്ത് റേഡിയേഷൻ നടന്നുകൊണ്ടിരിക്കും. എൻ്റെ കീമോയുടെ സമയത്തൊക്കെ ഇവളും എനിക്ക് ഹോസ്പിറ്റലിൽ കൂട്ടിന് വന്നിട്ടുണ്ട്. എനിക്കൊരു മകനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ചാച്ചനും അമ്മച്ചിയും ചേട്ടൻ്റെ അച്ചാച്ചനും അമ്മച്ചിയും എല്ലാം മരിച്ചു പോയതാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞ പോലെ 20 വർഷം വാടകയ്ക്ക് താമസിച്ചിട്ട് ഞങ്ങൾ പായിപ്പാട് എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥലം, അവിടെ ഒരു വീട് വെച്ച് താമസം തുടങ്ങി 4 മാസമായപ്പോഴത്തേന് എനിക്ക് രോഗം സ്ഥിരീകരിച്ചത്. അപ്പം നമ്മൾ ഒരു വീടുണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സമ്പാദ്യം എടുത്താണ്. അതിലേക്ക് ഞങ്ങളെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സുഹൃത്തുക്കളൊക്കെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആ വീടിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേനെ നമ്മളൊന്നുമില്ല, ബിഗ് സീറോയിൽ നിൽക്കുന്ന സമയത്താണ് ഈ രോഗം വരുന്നത്. എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ പോലും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെത് സ്പ്രെഡ് ആകുന്ന ടൈപ്പ് ആയത് കാരണം എനിക്ക് പെട്ടെന്ന് തന്നെ കീമോയും റേഡിയേഷനും എല്ലാം പെട്ടെന്ന് തന്നെ കീമോയും റേഡിയേഷനും തുടങ്ങണമായിരുന്നു. പെറ്റ് സ്കാനും ഒക്കെ ചെയ്യണം. നമ്മൾ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി. ആ സമയത്ത് ദൈവദൂതനെ പോലെ നമ്മളെ ഓരോരുത്തരും സഹായിച്ചു. പ്രത്യേകമായിട്ട് പേരെടുത്ത് പറയുന്നില്ല, പറഞ്ഞു കഴിയുമ്പോഴത്തേനും അത് നമ്മൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടാകും. അപ്പം ഞങ്ങളെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ഏറ്റെടുത്ത് ഇവരുടെ കാര്യമല്ല എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഇന്ന് വരെ എനിക്ക് ചികിത്സയ്ക്കൊരു ബുദ്ധിമുട്ട് ഇതുവരെയും. എൻ്റെ കസിൻസ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും പ്രത്യേക ഒരു ഫാമിലി ഉണ്ട്. അവർ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ അവരൊരു പ്രത്യേകം കരുതൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒന്നിനും മുടക്കമില്ലാതെ ഇതുവരെ നടന്നു. പിന്നെ എല്ലാ 3 മാസത്തിലും എനിക്ക് ഫോളോ അപ്പ് ഉണ്ട്. അത് സ്കാനിങ് ആണ്, വെറുതെ പോയി കണ്ടാൽ പോരാ, എല്ലാ സ്കാനിങ്ങുകളും ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ റിസൾട്ടുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. അപ്പം എനിക്ക് ട്രിപ്പിൾ നെഗറ്റീവാണ്. അത് ഈ ക്യാൻസറിൻ്റെ വകഭേദത്തിൽ ഇച്ചിരി പേടിക്കേണ്ടതാണ്. പിന്നെ ഇനിയും വരുമോ എന്നുള്ള ഒരു സംശയമുള്ള ടൈപ്പിലുള്ളതാണ് അത്. അപ്പം അതുകൊണ്ട് എനിക്ക് ജനറ്റിക് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ചെയ്തു. ആ ടെസ്റ്റിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് നമുക്ക് ഓർക്കാൻ പോലും പറ്റത്തില്ല. ഇവരെയൊക്കെ വിളിച്ച് ഭയങ്കര ധൈര്യം നമുക്ക് ഉള്ളിലുണ്ടെങ്കിലും ചില സമയത്ത് ജനറ്റിക് ആണെങ്കിൽ നമുക്ക് പിന്നെ അതൊരു സങ്കടമല്ലേ, ഭാവി തലമുറയ്ക്കും കൂടെ അത് വരുമല്ലോ എന്നൊക്കെയുള്ള ഒരു വിഷമത്തിലൊക്കെ നമുക്ക് പറഞ്ഞു വരുമ്പോൾ സങ്കടം വരും. ഫാമിലിയുടെ ഒരു സപ്പോർട്ട് നിങ്ങൾ പറഞ്ഞിട്ടാണ് അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ നിൽക്കുന്നത്. എല്ലാവിധ സപ്പോർട്ടുകളും. എൻ്റെ ഹസ്ബൻഡൊക്കെ എന്നെ ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ നോക്കിയത്. കാരണം വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ നോക്കാതിരിക്കുക. ഞങ്ങൾക്ക് കടയാണ്, ചങ്ങനാശ്ശേരി ഫ്രൂട്ട്സ് കടയാണ്. ചേട്ടൻ രാവിലെ 7:30 ആകുമ്പം പോയാൽ രാത്രി 9:30 ആകും വരുമ്പോഴത്തേനും. അതിന് മുമ്പേ എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ആക്കി വെച്ചിട്ടാണ്. ഫുഡൊക്കെ എൻ്റെ കസിൻസിൻ്റെ വീടുകളിൽ നിന്നൊക്കെ കൊണ്ടുവരുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ ചേച്ചിയും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്നൊക്കെയാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്, എൻ്റെ ആങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ. പക്ഷേ എങ്കിൽ ബാക്കി എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സമയാസമയങ്ങളിൽ. അപ്പോൾ എൻ്റെ ഡോക്ടർമാർ തന്നെ പറയുമായിരുന്നു, എനിക്ക് സാധാരണ കീമോതെറാപ്പി എടുക്കുന്ന ആൾക്കാർക്ക് ബ്ലഡ് പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകുമായിരുന്നു. അപ്പം എനിക്ക് ഒരു പ്രാവശ്യം പോലും ബ്ലഡ് കുറഞ്ഞു കയറ്റേണ്ടി വന്നിട്ടില്ല. അപ്പം പറയും വീട്ടുകാർ നല്ല കെയറിങ് തരുന്നുണ്ട്, അതിൻ്റെയാണ് അത്. നമുക്ക് ഡോക്ടർക്ക് നമ്മളെ കാണുമ്പോൾ അറിയാം. അപ്പോൾ എനിക്ക് കൗണ്ട് കുറഞ്ഞു പോയാലും അതിൻ്റെ ഇഞ്ചക്ഷൻ ഡോക്ടർ എടുക്കത്തില്ലായിരുന്നു. കാരണം വീട്ടുകാർ ശ്രദ്ധിച്ച് അതിനെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് അത്രയും നല്ലൊരു കെയറിങ് ആണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അതുപോലെ ഇവർക്ക് 2 പേർക്കും
ഈ ഒരു ക്യാൻസർ നിർണ്ണയം അത് ഒരുപാട് ടെസ്റ്റുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരുപാട് ഡിഫിക്കൽട്ടായിട്ട് ഇപ്പം പറഞ്ഞ പോലെ ആണെങ്കിലും ഫിസിക്കലിയൊക്കെ നമ്മളെ ഒരുപാട് താഴ്ത്തുന്ന രീതിയിലുള്ള ടെസ്റ്റുകളാണ്. ട്രീറ്റ്മെൻറ്റുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം 3 മാസം കഴിഞ്ഞ് അടുത്ത ഫോളോ അപ്പിന് ചെന്നപ്പോഴത്തേനും ഡോക്ടറിനൊരു ഡൗട്ട്, ട്രിപ്പിൾ നെഗറ്റീവ് ആയത് കാരണം ജനറ്റിക് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ബ്രാക്ക എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ ടെസ്റ്റ് ജസ്റ്റ് ബ്ലഡ് എടുത്തുള്ളൊരു ടെസ്റ്റാണ്, പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് ഞാൻ തളർന്നു പോയ ഒരു ടെസ്റ്റായിരുന്നു അത്. ബ്രാക്ക എന്ന് പറഞ്ഞ ടെസ്റ്റ് നടത്തുന്നത് അടുത്ത തലമുറയ്ക്ക് ആർക്കെങ്കിലും എനിക്ക് ജനറ്റിക് ആണെന്നുണ്ടെങ്കിൽ അത് പാരമ്പര്യമാണ്. അപ്പം അത് എൻ്റെ കസിൻസിന് വരാം, എൻ്റെ മകന് വരാം, അല്ലെ അടുത്ത തലമുറയ്ക്ക് വരാം. അങ്ങനെയൊക്കെയുള്ള ഇതുള്ളത് കാരണം നമ്മൾ എങ്ങനെയാണ് അതിനെ അത്രയും ദിവസങ്ങൾ തള്ളിവിട്ടേന്ന് അറിയത്തില്ല. 14 ദിവസമാണ് അവർ റിപ്പോർട്ടിന് വേണ്ടി നമുക്ക് പറഞ്ഞത്. ഈ 14 ദിവസമായിട്ട് റിപ്പോർട്ട് വന്നില്ല. അപ്പോൾ വരാതിരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉറപ്പിച്ചു എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഇവർ വിളിക്കാത്തയും മെസ്സേജ് ഒന്നും വരാത്തത്. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു കൗൺസിലിംഗ് ഒക്കെ തന്ന ഇവർ നമ്മുടെ ബ്ലഡൊക്കെ എടുക്കുന്നത്. ഒട്ടുമിക്ക ആൾക്കാർ ഈ ടെസ്റ്റിന് തയ്യാറാകത്തില്ല. കാരണം പെൺപിള്ളേരൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവരുടെയൊക്കെ മാറിടമൊക്കെ റിമൂവ് ചെയ്യാൻ പറഞ്ഞു കഴിയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുകളല്ലേ. അപ്പോൾ ഒരുവിധപ്പെട്ട ആൾക്കാരൊന്നും ചെയ്തില്ല. പക്ഷേ ഞാൻ ധൈര്യത്തോടെ ആ ടെസ്റ്റിനെ മുന്നോട്ട് പോയി. കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അടുത്ത ആൾക്കാർക്ക് നേരത്തെ അതിനുള്ള ഇത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു. 21 ദിവസം ആയപ്പോഴത്തേക്കിന് ആ റിസൾട്ട് വന്നു. അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് എൻ്റെ ഈ ഒരു വർഷത്തിനിടയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷം ഉണ്ടാക്കിയത്. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവ് ആയിരുന്നു. പേടിക്കാനൊന്നുമില്ല. അത് ഭയങ്കര എനിക്ക് ഹസ്ബൻഡിനും മോനും ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാവർക്കും അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോൾ സോണി ചേച്ചിയിലേക്ക് വരാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടും ബ്രസ്റ്റ് റിമൂവ് ചെയ്തത് ചേച്ചിയുടെയാണ്. അപ്പം ബ്രസ്റ്റ് റിമൂവ് ആയതിനു ശേഷം ഫിസിക്കലി അത് ഏതൊക്കെ രീതിയിലാണ്? നമുക്ക് ഒത്തിരിയും ബുദ്ധിമുട്ടുകളാണ്. ചെയ്തവർക്കറിയാമായിരിക്കും. കൈയൊന്നും എൻ്റെ റൈറ്റ് സൈഡ് ആയതുകൊണ്ട് എനിക്ക് ഈ കൈ ഒത്തിരി മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഉടനെ കൈക്ക് നീര് വെക്കും, കട്ട് കഴിക്കും. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പം തൊട്ട് എനിക്ക് ഷുഗറൊന്നും ഇല്ലായിരുന്നു നേരത്തെ ഒക്കെ. അഥവാ ഞാൻ അങ്ങനെ ഷുഗർ ഉപയോഗിക്കത്തുമില്ല, മധുരമുള്ള ഒരു സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കത്തില്ല. പക്ഷേ ഇപ്പം അത് പോയിട്ട് 210, 220 അങ്ങനെ ഹൈ തന്നെ നിൽക്കും ഈ 2 വർഷമായിട്ടും. അതിന് മെഡിസിൻ എടുക്കണം. പിന്നെ അത് കഴിഞ്ഞിപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് തൈറോയിഡ് കൂടി, അതിനും ജീവിതകാലം മൊത്തം മരുന്നെടുക്കണം. പിന്നെ അയൺ കുറഞ്ഞു, ശരീരത്തെ അയൺ കുറഞ്ഞു, ബ്ലഡ് ഇങ്ങനെ കുറഞ്ഞു ഒരേ പോയിന്റിൽ തന്നെ നിൽക്കുക കുറച്ച് നാളായിട്ട്. അപ്പോൾ അതിങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അയൺ കുറഞ്ഞതിൻ്റെ അനീമിയ ആയിപ്പോയി. ഇനി അതിനും മെഡിസിൻ എടുക്കണം. പിന്നെ അത് കുറയുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരം ഈ പറഞ്ഞതുപോലെ ചൂടെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ഈ ഇരിക്കാനും കിടക്കാനും ഒന്നും വരെ എനിക്ക് ഇങ്ങനെ മരിച്ചാൽ മതിയെന്ന് അതുപോലെ ഇങ്ങനെ ശരീരം ചൂടാവും. പക്ഷെ നമുക്കിതിൻ്റെ അറിയത്തില്ല, ഈ അയൺ കുറഞ്ഞതിൻ്റെ ആണോ ബ്ലഡ് കുറഞ്ഞതിൻ്റെ ആണെന്നൊന്നും അറിയത്തില്ല. ഒരു ഡോക്ടറെ കാണിച്ചു ചിലപ്പം പറഞ്ഞ് മെനോപോസ് ആകാനുള്ളതായിരിക്കും, അങ്ങനെയുള്ളവർക്ക് വരുമെന്ന്. പക്ഷെ അതിൻ്റെ ഒരു ടെസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ചെയ്തു. ഒരു ഗൈനക്കിനെ കണ്ട് എനിക്ക് ഇങ്ങനെ ഡിസ്ചാർജ് ഉണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ട് വരാൻ തുടങ്ങി. ഇപ്പോൾ അതും ഈ വയറിനകത്ത് ക്യാൻസർ വരാനുള്ളൊരു സിമ്പിളായിട്ടാണ് ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ നല്ലൊരു ഗൈനക്കോളജി ഇടയ്ക്കിടയ്ക്ക് കണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഇതിങ്ങനെ കൂടിയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരുവല്ലയിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി, ഞാൻ ഇവളും കൂടിയാണ് പോയി. ഗൈനക്കിനെ കണ്ടപ്പോൾ പറഞ്ഞു അത് ഫംഗലായി, അത് ഇരിക്കാൻ പറ്റത്തില്ല, ഇരുന്നാൽ ഈ പറഞ്ഞ പോലെ വയറിനകത്തും കൂടിയാകും. അപ്പോൾ അതിന് അത് മൊത്തം കരിച്ച് കളയാൻ 1 മാസത്തെ മരുന്ന് തന്നേക്കുക. 1 മാസം കഴിയുമ്പം ചെല്ലണം. അതിൻ്റെ കരിച്ച് കളയണമെങ്കിൽ എക്സ്പെൻസീവാണ് അതിൻ്റെ ആ ട്രീറ്റ്മെൻറ്റ്. അതിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയോ അതോ ട്രീറ്റ്മെൻറ്റ് ഇപ്പം മെഡിസിൻ എടുക്കുക. ഈ മെഡിസിൻ കഴിയുമ്പോഴത്തേക്ക് അത് ചെയ്ത് പറ്റത്തുള്ളെന്ന് ഡോക്ടർ പറഞ്ഞേക്കുക. എന്നു ചോദിച്ചാൽ അതങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല, അത് പിന്നെ വയറിനകത്തും കൂടി ആയിപ്പോയെങ്കിൽ പിന്നെ ഓവറി അങ്ങോട്ടൊക്കെ പോവും. അത് ചെയ്യണം. ഏകദേശം ഒരു മാസം എത്ര ടെസ്റ്റുകൾ കാര്യങ്ങൾക്കൊക്കെ ഒരാൾക്ക് എത്ര രൂപ ചെലവ് വരുന്നുണ്ട് ജയശ്രീ ചേച്ചി? നമുക്കൊരു 10,000-3000 രൂപ മേളിൽ ചെലവാണ്. മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് പ്രൈവറ്റിലാകുമ്പോൾ അത് കൂടുതൽ പൈസയാകും നമുക്ക്. എന്നെ സംബന്ധിച്ച് എനിക്ക് സ്കാനിങ് ഉണ്ട്, 2 ബ്രസ്റ്റിൻ്റെ സ്കാനിങ് ഉണ്ട്, വയറിൻ്റെ ഉണ്ടോ, എൻ്റെ യൂട്രസ് റിമൂവ് 2016, ഓവറി 2ൻ്റെയും ചെയ്യണം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി പൈസ ചെലവ് കൂടുതലാണ്. ഇവക്ക് 6 മാസം എനിക്ക് അതിലും കൂടുതലാണ്. ഈ ഷുഗർ, തൈറോയിഡ്, അലർജി, ഈ ക്യാൻസറിൻ്റെ പിന്നെ ഇടയ്ക്ക് അവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മെഡിസിൻ അല്ലാതെ, പിന്നെ അവിടുന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ നമുക്ക് ഇടയ്ക്ക് മെഡിസിൻ എഴുതി തരുന്നതിനൊക്കെ ഒരെണ്ണത്തിന് 70 രൂപയൊക്കെ എനിക്കും ഇവർക്ക് എഴുതി തരുന്നതിനൊക്കെ. അതൊക്കെ 2 മാസം അല്ലെങ്കിൽ 3 മാസമൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂടി വന്നൊരു 10 ദിവസമൊക്കെ മേടിച്ചായിരിക്കും, പിന്നെ കഴിക്കത്തൊന്നുമില്ല. നമുക്കിത് മാത്രമല്ലല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണ്ട. നമുക്ക് ഒരു ദിവസം മരുന്ന് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മിക്കവാറും ഞങ്ങൾ 2 പേരും കഴിക്കത്തില്ലത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ആണെങ്കിലും കിട്ടേണ്ടതുണ്ട്. മരുന്നൊന്നും ആരും സ്കിപ്പ് ചെയ്യാതെ
സാഹചര്യം കൊണ്ട് സ്കിപ്പ് ചെയ്ത് പോകുന്ന മനഃപൂർവ്വമല്ല. മനഃപൂർവ്വം നമ്മളങ്ങനെ ചെയ്യത്തില്ലല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർക്കണം. പക്ഷെ നമ്മുടെ ആ വരുമാനത്തിൽ നിൽക്കുന്നില്ല മരുന്നും കൂടി മേടിക്കാൻ. അത് നമ്മൾ നോക്കുമ്പോൾ അത് ഒരു എക്സ്ട്രാ ചിലവായിട്ടാണ് ഇപ്പം വരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വന്നു, നമ്മുടെ കുഞ്ഞുങ്ങളും കൂടി ഒന്ന് സേഫ് ആകണ്ടേ, അവരെ ആക്കണ്ടേ. നമുക്കെന്തെങ്കിലും പറ്റിയാൽ കുഞ്ഞുങ്ങൾ ഇതായി പോകത്തില്ല. അപ്പോൾ അതുങ്ങളെ പഠിപ്പിക്കാനും അതുങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും നമ്മളിങ്ങനെ സ്കിപ്പ് ആക്കുന്നതാണ്. ഇപ്പം ഇവളെ സംബന്ധിച്ചാണെങ്കിൽ ഇവളുടെ ഹസ്ബൻഡിന് ഡിസംബർ 24-ാം തീയതി ഒരു ചെറിയ സ്കൂട്ടർ ആക്സിഡൻറ്റ് ഉണ്ടായി. ക്രിസ്മസിനേക്കുള്ള താറാവ് വാങ്ങിക്കാൻ പോയതാണ്. താറാവുകളുടെ വാതിൽക്കൽ നിന്നപ്പോൾ ഒരു സ്കൂട്ടർ വന്ന് ഇടിച്ച് മറിച്ചിട്ട് കൈയുടെ ഷോൾഡർ അങ്ങ് ഊരിപ്പോയി. പിന്നെ അന്ന് രാത്രി മൊത്തം ഇവർ മെഡിക്കൽ കോളേജിലായിരുന്നു. ഇപ്പം കുറച്ച് ദിവസമായിട്ട് പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ MRI സ്കാൻ അല്ലേ, MRI സ്കാൻ ചെയ്യാൻ പൈസ ഇല്ലാത്ത കാരണം അത് ചെയ്യാൻ പോലും പോകാതെ 6-ാം തീയതി പോയി ചെയ്യേണ്ടതായിരുന്നു. അത്രയ്ക്ക് ഇപ്പം ആകെപ്പാടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന റെജിയാണ്. ഇപ്പം റെജിക്കും ചെയ്യാൻ മേലാതെ വീട്ടിലിരിക്കുക. ഇവളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഞങ്ങളുടെ വലിയൊരു ആഗ്രഹം എന്ന് പറയാം, എനിക്ക് വീടില്ല, ആരുടെ ഒരു സ്വപ്നം ഒരു വീട്. പക്ഷെ ഞങ്ങൾ വാടകയ്ക്ക് കിടക്കുന്നത്, എന്നാലും നമുക്ക് കയറി കിടക്കാൻ വെള്ളം വീഴുവോ അങ്ങനെ ഒരു ഇത് വരുത്തില്ല. പക്ഷെ ഇവിടെ വീടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലല്ലോ, ഭയങ്കര വളരെ ശോചനീയ. ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തത്. പക്ഷെ നമ്മുടെ സ്ഥലം എക്സാക്ട്ലി എവിടെയാണ്? മുട്ടാറാണ് വരുന്നത്, ആലപ്പുഴ ജില്ലയിൽ. അവള് കരയും, അതുകൊണ്ട് അവള് മിണ്ടാത്ത. ആലപ്പുഴ ജില്ലയിലെ മുട്ടാറാണ് ഇവരുടെ എക്സാക്ട് സ്ഥലം. ഇവളുടെ മാത്രം. ഞങ്ങള് ചങ്ങനാശ്ശേരി. ഇവർ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ 3 പേരും. ഇവള് ചെത്തിപ്പുഴ, കോട്ടയം കാരിത്താസ്, ചെത്തിപ്പുഴ ഞങ്ങൾ മെഡിക്കൽ കോളേജിലാണ് ഇവരിപ്പം ട്രീറ്റ്മെന്റ് ഉള്ളത്. എന്തായാലും ഇവരുടെ എത്രയൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഇങ്ങനെ തളരാതെ, അല്ലെങ്കിൽ ഒരുപാട് ഇപ്പം ഒരു അസുഖം മാത്രമല്ല, പല അസുഖങ്ങൾ ഇവരെ വേട്ടയാടുന്നുണ്ടെങ്കിലും അതിലൊന്നും ഇവർ പതറിയിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ ആ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം. എനിവേ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഒരുപാട് പേരെ കാർന്നു തിന്നുമ്പോഴും ഈ ഒരു സൗഹൃദത്തെയും അത് 3 പേരിലൂടെയും കാർന്നു തിന്നുകൊണ്ടിരിക്കുമ്പോഴും ഇവരാ കാണിക്കുന്ന ആ ഒരു എനർജി, അല്ലെങ്കിൽ കുടുംബത്തോട് കാണിക്കുന്ന ഒരു സ്നേഹം, ലൈഫിൽ ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം നമ്മളാരും കാണാതെ പോകരുത്.